എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കോട്ടയം നെടുങ്കുന്നം പള്ളിയിലാണ്. ഈ പള്ളിയിലെ തിരുനാളാണ്. പ്രശസ്തമായ പുഴുക്ക് നേർച്ച നടക്കുന്നത് ഈ പള്ളിയിലാണ്. ഈ പള്ളിയിലെ തിരുനാൾ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരുനാൾ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. നെടുങ്കുന്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരുനാൾ കേവലം ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് ഒരു കാർഷിക സമൂഹത്തിന്റെ വിളവെടുപ്പിന്റെയും പങ്കുവയ്ക്കലിന്റെയും പങ്കാളിത്തമാണ്. ഈ പ്രദേശത്തിന്റെ ചരിത്രപരമായ പേര് കാവുകൾ അഥവാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാവുന്നട എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഇത് നെടുങ്കുന്നം എന്ന ഭൂമിയുടെ സാംസ്കാരിക സംഗമസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഈ ചരിത്രപരമായ അടിത്തറയാണ് ഇവിടുത്തെ തിരുനാളിന് മതപരമായ അതിർവരമ്പുകൾക്കപ്പുറമുള്ള സ്വീകാര്യത നൽകുന്നത്. നെടുങ്കുന്നം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഫൊറോന പള്ളി സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലാണ് നിലനിൽക്കുന്നത്. പള്ളിയുടെ സ്ഥാപനം 1803 പള്ളിയുടെ രക്ഷാധികാരി വിശുദ്ധ യോഹന്നാൻ സ്നാപകനാണ്. യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായിരുന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകനെ മഹത്വപ്പെടുത്തുന്ന ഈ തിരുനാൾ ഭക്തർക്ക് ആത്മീയപരമായ ഉണർവ് നൽകുന്നു. പള്ളിയുടെ വാർഷിക പെരുന്നാൾ നടക്കുന്നത് വൃശ്ചികം മാസം 13 ഇത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം നവംബർ 28 അല്ലെങ്കിൽ 29 തീയതികളിൽ വരും. കേരളത്തിലെ കാർഷിക വിളവെടുപ്പ് കാലവുമായി ഈ തിരുനാൾ ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഒരു നാട് ഒന്നായി ചേരുന്ന ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെയും ലാളിത്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നു. തിരുനാളിന്റെ തീയതി മലയാള വർഷത്തിലെ വൃശ്ചികം 13 ഇത് സാധാരണയായി നവംബർ 28 അല്ലെങ്കിൽ 29 തീയതികളിൽ വരും. ഈ സമയക്രമം പ്രാദേശിക കാർഷിക കലണ്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർഷിക വിളവെടുപ്പിന്റെ കാലഘട്ടത്തിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഇത് ആചാരങ്ങൾക്ക് ഒരു കാർഷിക സമർപ്പണത്തിന്റെ മാനങ്ങൾ നൽകുന്നു. തിരുനാളിനോടനുബന്ധിച്ച് പ്രത്യേക മതപരമായ ശുശ്രൂഷകളും പരിപാടികളും സംഘടിപ്പിക്കുന്നു. കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്ന ആഘോഷങ്ങളിൽ വിശുദ്ധ കുർബാന, വചന ശുശ്രൂഷകൾ, പ്രത്യേക പ്രാർത്ഥനകൾ, പ്രദക്ഷിണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ വിശ്വാസികൾ അവരുടെ നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്നു. എങ്കിലും നെടുങ്കുന്നം പള്ളിപ്പെരുന്നാളിന്റെ ഏറ്റവും വലിയ സവിശേഷതയും ആകർഷണവും പുഴുക്ക് നേർച്ചയാണ്. ഈ ആചാരം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റിന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് നടത്തപ്പെടുന്നത്. യേശുവിന്റെ മുന്നോടിയായിരുന്ന വിശുദ്ധ യോഹന്നാൻ മരുഭൂമിയിൽ ലളിതമായ കാട്ടുകിഴങ്ങുകളും മറ്റും ഭക്ഷിച്ച് ജീവിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് ഈ നേർച്ച. നെടുങ്കുന്നം പള്ളിയുടെ തിരുനാളിന്റെ ഭാഗമായി നടക്കുന്ന പുഴുക്ക് നേർച്ച കേരളത്തിലെ ക്രൈസ്തവ ആചാരങ്ങളിലെ തദ്ദേശീയമായ കാർഷിക ഭക്ഷണ പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അതുല്യമായ ഒരു ചടങ്ങാണ്. പുഴുക്ക് നേർച്ചയിൽ തയ്യാറാക്കുന്ന ഭക്ഷണം കിഴങ്ങുവർഗ്ഗങ്ങൾ പ്രധാന ചേരുവകളായി ഉപയോഗിക്കുന്ന ഒന്നാണ്. കപ്പ, കാച്ചിൽ, ചേമ്പ്, വാഴയ്ക്ക തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾക്കൊപ്പം ഇറച്ചിയും അഥവാ മാംസവും ചേർത്താണ് പുഴുക്ക് തയ്യാറാക്കുന്നത്. തിരുനാളിനെത്തിച്ചേരുന്ന ആയിരക്കണക്കിന് നാനാജാതി മതസ്ഥർക്ക് ഇവ വിതരണം ചെയ്യുന്നു. പുഴുക്ക് നേർച്ച കേവലം ഒരു ആഹാര വിതരണ ചടങ്ങല്ല, മറിച്ച് തങ്ങളുടെ വിളവെടുപ്പിലെ ആദ്യ ഫലങ്ങൾ സമൂഹത്തിനായി പങ്കുവെക്കുന്ന ലാളിത്യത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകാത്മകമായ പ്രവൃത്തിയാണ്. നെടുങ്കുന്നം പുഴുക്ക് നേർച്ചയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം അതിന്റെ അളവാണ്. ഒരു വർഷം 50,000 മുതൽ 70,000 ആളുകൾക്ക് വരെ പുഴുക്ക് വിളമ്പാനായി തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. ഇത്രയും വലിയ അളവിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള ആചാരപരമായ തീവ്രതയും ശ്രമവും വലുതാണ്. പാചക പ്രക്രിയ മാത്രം 12 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നു. നെടുങ്കുന്നം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളി ഒരു ആത്മീയ കേന്ദ്രം എന്നതിലുപരി അതിന്റെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസപരവും സാമൂഹിക സേവനപരവുമായ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇടവകയുടെ അടിസ്ഥാന തത്വങ്ങളായ ജീവകാരുണ്യം, സേവനം, വിശുദ്ധി എന്നിവയെ പ്രായോഗികമാക്കുന്നതിനുള്ള ഒരു മാതൃകയാണ്. സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നെടുങ്കുന്നം പള്ളിയുടെ പ്രാദേശിക മാനേജ്മെന്റിന് കീഴിലാണ് നിലനിൽക്കുന്നത്. 1949 ഹൈസ്കൂളായി ആരംഭിച്ച ഈ സ്ഥാപനം പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. കൂടാതെ പള്ളി മറ്റു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രക്ഷാധികാരിയായി നിലകൊള്ളുന്നു. സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രീ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂട്ട്, CBSE സ്കൂൾ എന്നിവ ഈ ശൃംഖലയിൽ ഉൾപ്പെടുന്നു. പള്ളി അതിന്റെ സാമൂഹിക ദൗത്യം ഏറ്റവും കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുള്ളത് പൊതുജനാരോഗ്യ മേഖലയിലാണ്. മാനസികാരോഗ്യ സംരക്ഷണത്തിനായി സ്ഥാപിതമായ സഞ്ജീവനി ഹോസ്പിറ്റൽ ഫോർ മെന്റലി ഇൽ, സഞ്ജീവനി റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്.
നെടുങ്കുന്നം ഒരു പ്രത്യേക തരം സാമൂഹിക ഭൂമിശാസ്ത്രത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ പ്രദേശത്തിന്റെ മധ്യഭാഗത്ത് നെടുങ്കുന്നം ദേവി ക്ഷേത്രം, സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളി, നെടുങ്കുന്നം ജുമാ മസ്ജിദ് എന്നിവ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നു. ഈ പ്രദേശത്തെ ക്രിസ്ത്യൻ പെരുന്നാൾ ആഘോഷങ്ങൾ പ്രാദേശിക സമൂഹത്തിന്റെ പൊതുവായ ഉത്സവമായി മാറുന്നതിന്റെ പശ്ചാത്തലം ഈ സാംസ്കാരിക സഹവർത്തിതമാണ്.
നെടുങ്കുന്നം പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.